ബ്രേക്ക് മാത്രം ചവിട്ടി വണ്ടി ഓഫ് ആയി പോയി. ടെൻഷൻ ആയതാ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരു കാരണവശാലും നമുക്ക് ടെൻഷൻ വേണ്ട. ആ സാധനമേ എടുത്ത് കളഞ്ഞേക്കണം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഇറങ്ങി നിൽക്കണേ എനിക്കൊരു ധൈര്യമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് വെളിയിലോട്ട് ഇറങ്ങി നിന്നത്. ഇനി നമുക്ക് ഇവിടെ വേണ്ട ചെറിയൊരു കയറ്റമാണ്. ക്ലച്ചും ബ്രേക്കും മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പുറകോട്ട് എടുക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം ക്ലച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പുറകോട്ട് പോകും. നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യണം കാലില്. മനസ്സിലായോ? എടുത്ത് ക്ലച്ച് നന്നായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടുക. ആക്സിലേറ്റർ കൊടുക്കരുത്, ക്ലച്ച് മാത്രം. പതുക്കെ ബ്രേക്ക് വിട്ടരുത്. ഹാഫ് ക്ലച്ചിലെടുത്ത മുന്നോട്ടും പുറകോട്ടും പോകാത്ത ഒരു പൊസിഷനിൽ നിർത്തിക്കാൻ വേണ്ടി. മുന്നോട്ടും പുറകോട്ടും പോകരുത്. മുന്നോട്ട് പോകരുത്. ബ്രേക്കിലല്ല, ക്ലച്ചിൽ മാത്രം. നിന്നാ ഉറപ്പാണ്? ബ്രേക്കിൽ ഇല്ലല്ലോ. നോക്കട്ടെ, കാല് നോക്കട്ടെ. വലത് കാല് ഫ്രീ ആയില്ലേ? ഇപ്പൊ കാലില്ലല്ലോ. ഓക്കെ ആയില്ല? ഇനി എന്നാ ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കി എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. എന്ത് സംഭവിച്ചു? എങ്ങോട്ട് പോയി? പുറകോട്ട് ഇറങ്ങി പോണ്. മനസ്സിലായി? അപ്പൊ നമ്മൾ ക്ലച്ചിലാണ് കാല് നിന്നത്. ഇത്ര നേരം വലത് കാല് ഫ്രീ ആയി ക്ലച്ചിലാണ് കാല് നിന്നത്. ഇതിനാണ് നമ്മൾ എന്തുവാ പറയുന്നത്? ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ട മുന്നോട്ട് പോകുന്ന കണ്ട? മനസ്സിലായോ? ഫീൽ ചെയ്യുന്നുണ്ടോ കാല്? ഇനി മുന്നോട്ട് പോകാതെ അവിടെ നിർത്ത്. മുന്നോട്ട് പോരും. ബ്രേക്ക് ചവിട്ടിയാണോ നിർത്തിയത്? ഇനി ക്ലച്ചിൽ മാത്രം നിൽക്കട്ടെ. ബാക്കിലോട്ട് പോകുന്നുണ്ട്. മുന്നോട്ട് പോകരുത്. ആ ഒരു പൊസിഷനിൽ നിൽക്കണം. മുന്നോട്ട് പുറകോട്ട് പോകാത്ത ഒരു പൊസിഷൻ. നിന്നില്ല? ഉറപ്പല്ല? ഇനി നമുക്കൊരു ഇതിപ്പോ വലിയ കയറ്റമൊന്നുമല്ല, ചെറിയൊരു കയറ്റമാണ്. ഇനി നമ്മൾ വലിയ കയറ്റത്തിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും നമ്മൾ ആക്സിലേറ്ററും ക്ലച്ചും ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയായിരിക്കും വലിയ കയറ്റത്തിൽ നമ്മൾ കൊണ്ടു നിർത്തി എടുക്കുന്നത്. ഓക്കെ അല്ല? ഇനി എന്താണ് നമുക്ക് ഇനി വേണ്ടത്? ക്ലാസ് എന്താണ് വേണ്ടത്? എന്താണ് ഇനി മനസ്സിലാക്കാനുള്ളത്? എന്ത് കിട്ടണം ഇവിടുന്ന്? അത് പറ. മുന്നോട്ട് പോകരുത്. ബ്രേക്ക് വിട്ടരുത്. ഇനി എന്താണ് വേണ്ടത്? ഇപ്പൊ ഗിയറിന്റെ നേരത്തെ പറഞ്ഞു. എങ്ങനെ? ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ മനസ്സിലാകാനുള്ള. ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് കാണിച്ചു തരാം. അത് നിസ്സാര കാര്യം. അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി മനസ്സിലാകാനുള്ളത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഒന്ന് വേഗത കുറച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ വേഗത കുറച്ച് ക്ലച്ച് ഫുള്ളി ഔട്ടേണ്ട പൊസിഷനാണ് നമുക്ക് മനസ്സിലാകാനുള്ളത്. ബാക്കി നമുക്ക് വണ്ടി ഒരെണ്ണം കിട്ടിയാൽ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് ഉറപ്പല്ല. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലോട്ട് തിരിച്ചു. ബ്രേക്കിന് കാലയച്ചു വിട്. പതുക്കെ തിരിച്ചു കൊടുക്കണം. ബ്രേക്കാണ് ചവിട്ടേണ്ടത് കേട്ടാ. പേടിച്ചാ? എന്തിനാ പേടിക്കുന്നത്? ഉടനെ ബ്രേക്കിൽ കാലുവന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തണം. സ്റ്റാർട്ട് ചെയ്ത മോള്. നീ ടെൻഷൻ ആകാതിരി. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. നീ ടെൻഷൻ ആകണ്ട. ഇതിലും വലിയ ബ്ലോക്കിലെല്ലാം നമുക്ക് പോകേണ്ടതാണ്. പോണ്ടേ? ഫസ്റ്റ് ഇട്ട്. ഇനി എന്ത് ചെയ്യണം പറഞ്ഞ? നീ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? എന്ത് ചെയ്യണം രക്ഷപ്പെടണേ? ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്ത് കൊടുക്കണം. തിരി മക്കള് നോക്കിയിരുന്നാ പിന്നെയും വണ്ടി നേരെ പോകത്തുള്ളടാ. മതി. എന്താ ചെയ്യണ്ട? ആയിട്ടോ? പതുക്കെ, ധൃതി കാണിക്കില്ല പൊന്നാ. ധൃതിയൊന്നും വേണ്ട നമുക്ക്. അടുത്ത കീറിട്ട മോള്. ഇപ്പൊ ആ കാറ് കിടക്കണണ്ട, അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് നിർത്തണം. അപ്പൊ നിന്റെ കാല് എവിടെ വരണം? ബ്രേക്ക് ആയിട്ട് വേഗം ചെറുതായിട്ട് കുറച്ച്. കുറയുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ കുറയുന്നത്? ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളായിട്ട്. അപ്പൊ ബ്രേക്കിൽ നിന്ന് കാലയച്ചു വിട് ബ്രേക്കിൽ നിന്ന്. കണ്ട? എന്നിട്ട് നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് തിരി. ഇനി പതുക്കെ ബ്രേക്ക് ഔട്ടി നിർത്ത്. മനസ്സിലായ? എന്താ നമ്മൾ ചെയ്തത്? ഒന്ന് ഓർഡറായിട്ട് പറഞ്ഞ. എവിടെ നിർത്തണ്ടേന്ന് ആദ്യം ഒന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ വേഗത നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. ബ്രേക്കിൽ കാല് വന്ന് പതുക്കെ വന്നതിന് ശേഷം ഒരു കൺട്രോളിലാവുമ്പോഴത്തേക്ക് കുറയുന്നെന്ന് തോന്നുമ്പം ക്ലച്ച് ഫുള്ള് ചവിട്ടുക. പിന്നെ നമ്മള് ബ്രേക്കിൽ നിന്ന് ചെറുതായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മള് എവിടാണ് നിർത്തേണ്ടത് ആ പൊസിഷൻ വരെ വരിക. പിന്നെ ബ്രേക്ക് ഫുള്ള് ചവിട്ടുക. നിസ്സാര കാര്യമല്ല. ഇതിനല്ലേ നീ ടെൻഷനായത്? ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടുന്ന് എടുക്കാൻ പോകുമ്പോൾ മറന്നു പോരുത് ഒരു കാര്യം. എന്തെങ്കിലും ഇപ്പൊ ഗിയറിന്റെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഏത് ഗിയറിലോട്ട് വേണേലും പോകാൻ പറ്റും അല്ല. ജംഗ്ഷൻ വരുമ്പോ എന്ത് ചെയ്യണം? ഒന്നും കൂടെ അടിച്ചേരി. പേടിച്ചു പോയാ? ഇനി എന്ത് ചെയ്യണം? ഇനിയും പോട്ടെ, സ്പീഡ് കൂട്. ഫോർത്ത് ഗിയർ ഇടുക. ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലട് സ്പീഡ് കൊടു. ഫോർത്ത് ഗിയർ ഇട്. വലതായാലും മാറ്റ്. നേരെ താഴോട്ട് ഫോർത്ത് ഗിയർ. നേരെ താഴോട്ട്. എന്ത് പറ്റി? ഇതാ വെള്ള വണ്ടി കിടക്കുന്നതിന്റെ അവിടെ ഒതുക്കേണ്ടത്. എവിടെ കാല് വരണം? ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ഇനി ബ്രേക്കിന്ന് അപ്പൊ വണ്ടി പിടുത്തം വിട്ട് വേണ്ട. ഇനി നമുക്ക് എവിടെയാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു പോകണം. മതി. നമ്മളാ ബ്രേക്ക് ചെയ്ത് കാല് മാറ്റിയില്ലേ എന്ത് സംഭവിക്കും? പിന്നെ സ്ലോ ആയി വരത്തുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫസ്റ്റ് ഇനി ഏത് ഗിയറിനോ നോക്കുന്നുണ്ടോ? സൈഡ് മിററല്ല. വണ്ടി മുന്നോട്ട് എടുത്തോണ്ട് പോയി ഇപ്പൊ ഭയങ്കര ധൈര്യമായില്ലേ? മറന്ന എന്തായാലും കാര്യം. പതുക്കെ ധൃതി വേണ്ട, ആവേശം വേണ്ട. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. എന്ത് ചെയ്യണം? അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ സെക്കൻഡ് ഗിയറിൽ വളയ്ക്കാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് ഗിയറിൽ വളയ്ക്കുക, അല്ലെങ്കിൽ നിർത്തി വളയ്ക്കണമെങ്കിൽ നിർത്തി വളയ്ക്കുക. എന്താണ് നമുക്ക് പറ്റുന്ന ആ രീതി ചെയ്യുക. വണ്ടി വളഞ്ഞു വന്നതിന് ശേഷമേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. എന്ത് നേരത്തെ ചെയ്തത്? അതെന്തിനാ അങ്ങനെ ചെയ്തത്? ചെയ്തപ്പോ കൺട്രോളിൽ നിന്നാ വണ്ടി ഇല്ല. നമുക്ക് അവിടുന്ന് ലെഫ്റ്റാ തിരിയണ്ട. എന്ത് ചെയ്യണം അപ്പൊ? ഇവിടെ നമുക്ക് ട്രെയിൻ എത്ര മണിക്കെന്ന് പറയാ? 3:25 അവിടെ ചെന്നാ മതി. 3:25 ചെന്നാ മതി. അടുത്ത ഗിയർ ഇട്ടോളൂ. മൂന്ന് 6 ആയിട്ടുള്ളൂ. അടുത്ത ഗിയർ ഇട്ടോളൂ. ഇപ്പൊ ഞാൻ അടുത്തിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണ്ടേ. നമുക്ക് ഞായറാഴ്ച വീട്ടിലെ വണ്ടി ഓടിക്കാം. ഞായറാഴ്ച എത്ര മണിക്ക് വരണം അങ്ങോട്ട്? ഫോൺ നമ്പർ ഉണ്ടല്ലോ. ഞങ്ങള് ബസ്സിൽ ടൂ വീലറിലായിരിക്കും. ടൂ വീലറിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ഒരാളെ അപ്പൊ ശമ്പു മാത്രമേ കാണത്തുള്ളൂ. നേരെ എനിക്ക് ഇവിടെ നിർത്തരുത്. കയറ്റി ഹോണടി പോണ മതി. നിർത്തി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് കയറി തരും. ഇപ്പൊ പിടിയിട്ടില്ല കാര്യം.